ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 3 പേരുടെ അഹങ്കാരം ഭഗവാൻ തീർക്കുന്ന കഥയാണ്. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കൃഷ്ണ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് ഈ കഥ കേൾക്കണം. ഞാൻ കഥ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അക്കാര്യമൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നാരായണ നാരായണ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക. കാരണം എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു നാമം അങ്ങനെ വരും. അതോടുകൂടി നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം ക്രമത്തിലധികം വർദ്ധിക്കുകയും ചെയ്യും. ഭഗവാന് നമ്മുടെ എല്ലാവരുടെയും സ്നേഹമാണ് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് സർവേശ്വരൻ കാത്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് ഗരുഡന്റെ കാര്യമാണ് പറയുന്നത്. ഗരുഡന് വലിയ ഒരു അഹങ്കാരം ആ സമയത്ത് ഉണ്ടാകുന്നു. താൻ കശ്യപ പ്രജാപതിയുടെ മകനാണ്, സൂര്യന്റെ സാരഥിയായ അരുണന്റെ അനുജനാണ്. അതുപോലെ തന്നെ മാതാവ്, അതായത് കദ്രു എന്ന തൻ്റെ മാതാവിനുണ്ടായിരുന്ന ദാസ്യം തീർത്തിട്ട് എല്ലാവരെയും സ്വതന്ത്രനാക്കിയവനാണ്. അതുപോലെ പക്ഷികുലത്തിൻ്റെ ദേവനാണ്, രാജാവാണ്. അതുപോലെ ഇന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെയും ഒക്കെ തോൽപ്പിച്ചിട്ട് വീറോടെ അമൃത് കൈക്കലാക്കിയവനാണ്. പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതം കൊത്തിക്കൊണ്ട് പറന്നു വന്നവനാണ്. അതിലൊക്കെ ഉപരി മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്. ആ നിലയ്ക്ക് എന്നേക്കാൾ കൂടുതൽ മഹത്വം മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള ചിന്തയായി ഗരുഡന്. അത് അവനിൽ അഹങ്കാരം ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്ത് മറ്റൊരാൾക്കൊരു അഹങ്കാരമുണ്ടായി. അതാർക്കാണ്? അത് ബലരാമനാണ്. ബലരാമൻ ചിന്തിക്കുകയാണ്, യദുവംശ രാജാവായ ഉഗ്രസേനൻ ഇപ്പോൾ വൃദ്ധനാണ്. ഉഗ്രസേനനാണ് രാജാവെങ്കിലും രാജ്യം ഭരിക്കുന്നത് ഞാനാണ്. കൃഷ്ണന് പോലും എന്നെ ഭയമാണ്. കൃഷ്ണന്റെ ജ്യേഷ്ഠനാണല്ലോ ഞാൻ. എല്ലാ രാജാക്കന്മാരും എന്നെയാണ് ബഹുമാനിക്കുന്നത്. ഹസ്തിനപുരം രാജാവ് പോലും എന്നെയാണ് കുമ്പിടുന്നത്. ഹസ്തിനപുരം എന്ന രാജധാനി പോലും തൻ്റെ കലപ്പയാൽ കൊളുത്തി വലിച്ച് ചരിഞ്ഞു നിൽക്കുന്നത് ഇന്നും എല്ലാവരും കാണുന്ന കാഴ്ചയാണ്. അതുമൂലം എൻ്റെ ബലവും പ്രതാപവും ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തയായി ബലരാമന്. അത് ബലരാമനിലും അഹങ്കാരം ഉണ്ടാക്കുന്നു. ഒരു ദിവസം അഹങ്കാരത്തോടു കൂടി ബലരാമൻ വന്ന് കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, തെറ്റിദ്ധരിക്കരുത്. രാജ്യഭരണ കാര്യങ്ങളിൽ നീ അനാവശ്യമായി കൈ കടത്തുന്നു. അത് ശരിയല്ല. അത് എൻ്റെ പദവിക്ക് ദോഷമാണ്. പലരും നിന്നെ വന്ന് കണ്ട് മടങ്ങുന്നു. അവര് എന്നെ കാണുന്നില്ല. അത് എനിക്ക് അപമാനകരമാണ്. അതുകൊണ്ട് ഇനി മേലാൽ രാജ്യകാര്യങ്ങളിൽ നീ ഇടപെടരുത്. ഇങ്ങനെ രാമൻ കൃഷ്ണനോട് ഒരു ദിവസം പറയുകയും ചെയ്തു. അത് കേട്ടതും കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ ജ്യേഷ്ഠ, എനിക്കിപ്പോഴാണ് സമാധാനമായത്. അല്ലെങ്കിലും അന്യർക്ക് വേണ്ടി ആവശ്യമില്ലാതെ പലതും ചെയ്ത് ഞാൻ മടുത്തു. ഇപ്പോഴെങ്കിലും ജ്യേഷ്ഠന് എന്നോടിത് പറയാൻ ദയവ് തോന്നിയല്ലോ. ഇനി മേലാൽ ആരും എന്നെ വന്ന് കാണണ്ട എന്ന് ജ്യേഷ്ഠൻ തന്നെ പറയണം. എനിക്കല്പം വിശ്രമിക്കാമല്ലോ. ഈ നിലയിൽ കൃഷ്ണൻ മറുപടിയും പറഞ്ഞു. അങ്ങനെ ബലരാമനും ആ സമയങ്ങളിൽ അല്പം അഹങ്കരിച്ച് ജീവിച്ചു.
അതുപോലെ മറ്റൊരാൾക്കും ആ സമയം ചില അഹങ്കാരമുണ്ടായി. അതാർക്കാണ്? ഭാമ, ഭഗവാന്റെ പത്നി. ഭാമയ്ക്കും അഹങ്കാരമായിരുന്നു ആ സമയത്ത്. ഞാൻ വലിയ സുന്ദരിയാണ്, മറ്റു പത്നിമാരെ അപേക്ഷിച്ച് കൃഷ്ണന് തന്നോടാണ് ഏറ്റവും സ്നേഹമുള്ളത്, തൻ്റെ സമീപത്താണ് അദ്ദേഹം കൂടുതൽ സമയവും കഴിഞ്ഞുകൂടുന്നത്. അതുപോലെ എവിടെയെങ്കിലും യുദ്ധം ആവശ്യമുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. സിമന്തകമണി സ്വന്തമാക്കിയ യാദവ പ്രമാണിയായ സത്രാജിത്തിന്റെ പുത്രിയാണ് താന്. ആ നിലയിൽ തനിക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമുണ്ട്. നരകാസുരനെ വധിക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെയാണ് കൂടെ കൊണ്ടുപോയത്. യുദ്ധത്തിൽ പ്രാണേശ്വരൻ ബോധം കെട്ട് വീണപ്പോൾ താനാണ് ആയുധമെടുത്ത് യുദ്ധം ചെയ്തു രക്ഷിച്ചത്. ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന പാരിജാതം തൻ്റെ അന്തഃപുര മണിമുറ്റത്താണ് നട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഭാമയ്ക്കും അഹങ്കാരമുണ്ടാക്കി. ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഈ 3 പേരുടെയും അഹങ്കാരം നശിപ്പിക്കണമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. കാരണം ഈ 3 പേരും ഭഗവാന് അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ അഹങ്കരിക്കുന്നത് ഭഗവാന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തിരുത്തണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഒരു ദിവസം ദേവലോകത്ത് ഇന്ദ്രന്റെ രാജധാനിയിലേക്ക് നാരദ മഹർഷി കടന്നു ചെല്ലുകയാണ്. എല്ലാ ദേവന്മാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഗരുഡനും ഉണ്ടായിരുന്നു. നാരദനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നാരദനെ ബഹുമാനിച്ചു. പക്ഷേ ഗരുഡൻ മാത്രം എഴുന്നേറ്റില്ല. നാരദൻ അത് ശ്രദ്ധിച്ചു, പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഗരുഡന്റെ തൊട്ടടുത്തിരുന്ന ഒരു ദേവൻ ഗരുഡനോട് ചോദിക്കുകയാണ്, എന്താണ് ഗരുഡ നാരദനെ കണ്ടിട്ട് ബഹുമാനിക്കാത്തത് എന്ന്. ഉടനെ ഈ ഗരുഡൻ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, ആ ഏഷണിക്കാരനായ ഏടാകൂടക്കാരൻ മുനിയെ കണ്ട് ഞാൻ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? നിങ്ങൾക്ക് ബഹുമാനിക്കണമെങ്കിൽ ബഹുമാനിച്ചു കൊള്ളുക. എനിക്കയാൾ ആരുമില്ല, എനിക്ക് ഇയാളെ ബഹുമാനിക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല എന്ന് പുച്ഛമായി പറയുന്നു. ഈ വാക്കുകള് നാരദൻ കേൾക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാവുകയും ചെയ്തു. ധിക്കാരത്തോടു കൂടിയുള്ള അവന്റെ ഇരിപ്പും വാക്കുകളും ഒക്കെ നാരദനെ വല്ലാതെ വിഷമിപ്പിച്ചു. എവിടെയും പൂജിക്കപ്പെടുന്ന താൻ ഒരു പക്ഷിയാൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയതുമില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ഈ നാരദ മഹർഷി ദ്വാരകയിലേക്ക് എത്തുന്നു. ദ്വാരകയിൽ ഭഗവാനെ കണ്ടു വന്ദിച്ചു. ഭഗവാൻ ബഹുമാനപൂർവ്വം നാരദനെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വീകരിച്ചിരുത്തിയതിനു ശേഷം ഭഗവാൻ നാരദനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. സുഖമല്ലേ നാരദ? ദേവലോകത്തു നിന്നുമല്ലേ വരുന്നത്? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ദ്രൻ എന്തു പറയുന്നു? അതിഥി ദേവി എന്തു പറയുന്നു? ദേവിക്ക് കുണ്ടലം തിരിച്ചു കിട്ടിയതിൽ സന്തോഷമായോ? എന്താണ് നാരദന്റെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നു. നാരദന് അപ്പോഴാണ് ഒരു സന്ദർഭം വീണു കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രലോകത്തില് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇന്ദ്രൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, കുണ്ടലം തിരിച്ചു കിട്ടിയതില് ദേവിക്ക് വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, അവിടെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ദ്രരാജധാനിയിൽ ചെന്നപ്പോൾ അവിടെ ഗരുഡൻ ഉണ്ടായിരുന്നു. അങ്ങയുടെ വാഹനമല്ലേ ഗരുഡൻ? പക്ഷെ ഗരുഡൻ എന്നെ വല്ലാതെ അപമാനിച്ചു. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, ബുദ്ധിയില്ലാത്ത ജന്തുവല്ലേ, പക്ഷിയല്ലേ, അതുകൊണ്ട് എനിക്ക് അതിൽ പ്രത്യേകിച്ച് പരിഭവമൊന്നുമില്ല. എങ്കിലും ബ്രഹ്മപുത്രനായ നാരദനെ ആരും ഇതുവരെ ഇങ്ങനെ അപമാനിച്ചിട്ടില്ല എന്ന നിലയിൽ നാരദൻ ഭഗവാനോട് ഈ കാര്യം സൂചിപ്പിക്കുന്നു. അത് കേട്ടതും ഒന്നും അറിയാത്തവനെ പോലെ
വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയൂ എന്ന്. എന്തു പറ്റി, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയൂ, ഗരുഡൻ എന്തു ചെയ്തു എന്നൊക്കെ കൃഷ്ണൻ ചോദിക്കുന്നു. ഉടൻ തന്നെ ഇതാണ് അവസരം എന്ന് ചിന്തിച്ച നാരദൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കൃഷ്ണനോട് പറയുകയും ചെയ്തു. അത് കേട്ടതും കൃഷ്ണൻ പറയുകയാണ്, സാരമില്ല, വിഷമിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും നാരദൻ വന്നതല്ലേ, മുനി എത്രയും പെട്ടെന്ന് ഭാമയെ ഒന്ന് ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നു. ഇന്ദ്രന്റെ സദസ്സിൽ വെച്ച് ഗരുഡൻ തന്നെ അപമാനിച്ചു. അതിന് ഭാമ എന്തു ചെയ്യാനാണ്, ഭാമ എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് നാരദൻ. പക്ഷെ ഭഗവാൻ പറഞ്ഞതല്ലേ പോയി വിളിച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിച്ചിട്ട് നേരെ നാരദൻ ഭാമയുടെ അന്തഃപുരത്തിലേക്ക് പോകുന്നു. എന്നിട്ട് അന്തഃപുരത്തിന്റെ വാതുക്കൽ ചെന്നു നിന്നിട്ട് ദേവി, കൃഷ്ണൻ വിളിക്കുന്നു എന്ന് പറയുന്നു. ഒരു തവണ പറഞ്ഞു, ഭാമ ഒന്നും പ്രതികരിക്കുന്നില്ല. ഭാമ എന്തെടുക്കുകയാണ്, ഒരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ സൗന്ദര്യം പരിശോധിക്കുകയാണ്. വലിയ തലമുടിയുണ്ട്, നീണ്ട കിടക്കുന്ന ആ കറുത്ത തലമുടി. ആ തലമുടിയിൽ പൂക്കളൊക്കെ ചൂടി ആ തലമുടി ഇങ്ങനെ മൂടി പിടിപ്പിക്കുന്നു. എന്നിട്ട് പൊട്ടു തൊടുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള വളകൾ അണിയുന്നു, മാലകൾ അണിയുന്നു. അങ്ങനെ ആകെ ഒരു മേളമാണ് ആ കണ്ണാടിയുടെ മുമ്പിൽ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, തല ചരിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഭാമ. നാരദൻ വീണ്ടും പറയുകയാണ്, ദേവി, ഭഗവാൻ വിളിക്കുന്നു. ഇല്ല, ഉത്തരമില്ല. നാരദൻ മൂന്നാമത്തെ തവണ വീണ്ടും പറയുന്നു, യാതൊരു പ്രതികരണവുമില്ല. നാരദൻ എന്ത് ചെയ്തു, വിഷമിച്ചു, ഒരു നാണക്കേടും തോന്നി. തിരിച്ച് ഭഗവാന്റെ അടുക്കൽ വന്നിട്ട്, ഭാമ വന്നില്ല, ഞാൻ വിളിക്കുന്നത് ഭാമ കേട്ടില്ല, സൗന്ദര്യം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഭഗവാൻ പറഞ്ഞു, ആ സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യൂ, കദളി വനത്തില് ഹനുമാൻ ഇരിപ്പുണ്ട്, ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വരൂ, തീർച്ചയായിട്ടും ഹനുമാൻ വരും എന്ന് ഭഗവാൻ നാരദനോട് പറയുന്നു. നാരദൻ വിചാരിക്കുകയാണ്, ഭാമ വന്നില്ല, അതിനു പകരം ഞാൻ എന്തിനാണ് ഹനുമാനെ വിളിച്ചു കൊണ്ടുവരുന്നത്, വേണ്ടായിരുന്നു, ഗരുഡന്റെ കാര്യം പറയണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു. എങ്കിലും കൃഷ്ണൻ പറഞ്ഞതല്ലേ, വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നേരെ കദളി വനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഹനുമാൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. നാരദൻ ഹനുമാന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഹേ വായുപുത്ര ആഞ്ജനേയ, ഭക്തജനപ്രിയനായ ഭഗവാൻ ഗോപാലകൃഷ്ണൻ കൽപ്പിച്ചിരിക്കുന്നു, ഭഗവാൻ ഒന്ന് ദ്വാരക വരെ എത്തണം എന്ന്. ശബ്ദം കേട്ട് ഹനുമാൻ കണ്ണു തുറന്നു. എന്നിട്ട് ഗർജിച്ചു നാരദന്റെ മുഖത്ത് നോക്കി. എന്നിട്ട് വീണ്ടും കണ്ണുമടച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. യാതൊരു പ്രതികരണവുമില്ല. നാരദൻ വീണ്ടും വിളിച്ചു പറയുകയാണ്. ഉടനെ തന്നെ ദേഷ്യത്തോടുകൂടി കണ്ണു തുറന്നിട്ട്, ഏത് ഗോപാലകൃഷ്ണൻ എന്ന് അലറിക്കൊണ്ട് ഹനുമാൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് നാരദന് മനസ്സിലാകുന്നത്, കൃഷ്ണനെ ഹനുമാൻ അറിയില്ല. ഭാരത യുദ്ധത്തില് അർജുനന്റെ കൊടിയിലൊക്കെ ആവേശത്തോടു കൂടി ഹനുമാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഹനുമാന്റെ വിചാരം കൃഷ്ണൻ ഒരു സാരഥി മാത്രമാണ് എന്നുള്ളതാണ്. ഹനുമാൻ ശ്രീരാമ ഭക്തനാണ്. രാമനോടല്ലാതെ ഹനുമാന് മറ്റാരോടും ഭക്തിയുമില്ല. രാമനാമമാണ് ഇവന്റെ ദിവ്യമന്ത്രം. അതുകൊണ്ട് മറ്റൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നാരദന് ആ സമയത്താണ് ഓർമ്മ വന്നത്. ഉടൻ തന്നെ നാരദൻ ഒരു സൂത്രം പ്രയോഗിക്കുകയാണ്. തൻ്റെ വീണയൊക്കെ എടുത്തിട്ട് ശ്രീരാമന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ജപിച്ചു. അങ്ങനെ മനോഹരമായി ശ്രീരാമചന്ദ്രന്റെ കീർത്തനങ്ങൾ ഉച്ചത്തിൽ പാടിയപ്പോൾ രാമനാമം കേട്ട് ഭക്തിയിൽ മുഴുകി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഹനുമാൻ കണ്ണടച്ചുകൊണ്ട് മെല്ലെ മെല്ലെ അങ്ങനെ നടക്കുകയാണ്. ഹനുമാൻ അങ്ങനെ പുറകിന് വരുന്നു. നാമം ജപിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് നാരദൻ മുമ്പേ പോവുകയും ചെയ്തു. അങ്ങനെ നടന്ന് നടന്ന് എവിടെ എത്തിച്ചേരുന്നു? ദ്വാരകയിൽ എത്തിച്ചേരുന്നു.
ദ്വാരകയിലെ പൂന്തോട്ടത്തിൽ എത്തിയതും നാരദൻ പാട്ട് നിർത്തിയിട്ട് കൃഷ്ണന്റെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് കൃഷ്ണനോട് എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ഹനുമാൻ എത്തിയിരിക്കുന്നു എന്ന്. അപ്പോഴേക്കും പാട്ട് നിന്നു, രാമനാമം നിന്നു. ഉടൻ തന്നെ ഹനുമാൻ കണ്ണു തുറന്നു. ഇത്രയും നേരം കണ്ണു തുറന്നിട്ടില്ലായിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോ ഇത് കദളീവനമല്ല. അപ്പോഴാണ് ഹനുമാന് അബദ്ധം പറ്റിയെന്ന് ഹനുമാന് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ഹനുമാൻ എന്തു ചെയ്തു? ആ പൂന്തോട്ടത്തിൽ നിന്നിരുന്ന ചന്ദനമരങ്ങളും പൂക്കളും എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ഒരു കുരങ്ങൻ ഈ പൂന്തോട്ടം നശിപ്പിക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെല്ലാവരും ഓടി വന്നു. ഒരൊറ്റ അടിക്ക് എല്ലാവരെയും കൊന്നില്ല എന്ന മട്ടില് അടിച്ചു തെറിപ്പിച്ചു. ഈ കാര്യം ആരറിയുന്നു? ബലരാമൻ അറിയുന്നു. ഉടൻ തന്നെ ബലരാമൻ ഗരുഡനെ വിളിക്കുന്നു. ആ സമയത്ത് ഗരുഡനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരദനെ പറഞ്ഞയച്ചതിനു ശേഷം ഗരുഡനെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗരുഡൻ അവിടെ ഉണ്ടായിരുന്നു. ബലരാമൻ ഗരുഡനെ കാണുകയും ചെയ്തു. അങ്ങനെ ഗരുഡനെ ബലരാമൻ വിളിപ്പിച്ചിട്ട് ഗരുഡനോട് പറയുകയാണ്, ആ ആരാമത്തില് ഒരു കുരങ്ങൻ വന്ന് ബഹളം വെക്കുന്നു, കാവൽക്കാരെയൊക്കെ അടിച്ചു തെറിപ്പിച്ചു. അതുകൊണ്ട് ഗരുഡ, നീ പോയി അവനെ തഞ്ചത്തിൽ കൊത്തിയെടുത്തിങ്ങ് കൊണ്ടുവരിക എന്ന്. അത് കേട്ടതും ഗരുഡന് വലിയ സന്തോഷമായി. ഗരുഡൻ ഓടിച്ചെന്ന് ഹനുമാന്റെ അടുക്കൽ ചെന്നിട്ട് ഹനുമാനെ കൊത്തിയെടുത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഒരൊറ്റ അടി ഹനുമാൻ ഗരുഡന് കൊടുക്കുന്നു. അതോടുകൂടി ഗരുഡൻ എന്തു ചെയ്യുകയാണ്? രക്തം ഛർദ്ദിച്ച് ഒരു വശത്ത് മാറി ഇങ്ങനെ ചാവാറായി കിടക്കുന്നു. ഈ കാര്യം കാവൽക്കാർ ഓടിച്ചെന്ന് ആരോട് പറയുന്നു? രാമനോട് പറയുന്നു. ബലരാമൻ ഉടൻ തന്നെ അത്രയ്ക്കായോ എന്ന് പറഞ്ഞുകൊണ്ട് ആയുധങ്ങളുമൊക്കെ എടുത്ത് ഹനുമാന്റെ അടുക്കലേക്ക് വരുന്നു. പിന്നീട് രാമനും ഹനുമാനും തമ്മിൽ യുദ്ധം. ആ യുദ്ധത്തിൽ ബലരാമൻ പരാജയപ്പെട്ട് അടികൊണ്ട് അവശനായി മാറിക്കിടക്കുകയാണ്. അത് കണ്ടതും കാവൽക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഈ കുരങ്ങൻ സാധാരണ കുരങ്ങനല്ല. ഓടി അവര് ആരുടെ അടുക്കലേക്ക് ചെല്ലുന്നു? കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ആദ്യം അവര് കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലാതിരുന്നത് രാമൻ പറഞ്ഞിരുന്നു, ഇനി ആരും ഒരാവശ്യത്തിനും കൃഷ്ണനെ കാണാൻ പോകണ്ട, ഞാനാണ് രാജ്യകാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നാ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആദ്യം എല്ലാവരും ഓടി രാമന്റെ അടുക്കൽ ചെന്നത്. പിന്നീട് അവർക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം കൈവിട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഓടി എവിടേക്ക് ചെല്ലുന്നു? കൃഷ്ണന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ഉടനെ കൃഷ്ണൻ പറയുകയാണ്, എന്തായാലും അത് സാധാരണ കുരങ്ങനല്ല, എനിക്ക് തോന്നുന്നു അത് ഹനുമാനാണ്. പക്ഷേ ഈ വേഷത്തിൽ എനിക്ക് ഹനുമാന്റെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല. ചെന്നാൽ എന്നെയും ആക്രമിക്കും. രാമനെ അല്ലാതെ ഹനുമാന് മറ്റാരെയും അറിയില്ല. അതുകൊണ്ട് ഞാൻ രാമനായി പോകാം, പക്ഷെ സീത വേണമല്ലോ. എന്നിട്ട് നേരെ എന്ത് ചെയ്യുകയാണ്? ഭാമയുടെ നേർക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഭാമേ, നീ പോയി സീതയുടെ വേഷത്തിൽ വരിക എന്ന് പറയുന്നു. ഉടൻ തന്നെ ഭാമ തൻ്റെ മുറിക്കകത്തേക്ക് പോയിട്ട് ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഉടുത്തിട്ട് മുഖത്തൊക്കെ ഒരു വിഷാദ ഭാവമൊക്കെ വരുത്തി, എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ വന്നു. അതായത് കാട്ടിൽ നിൽക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരു രൂപം, അതായത് അശോകവനികയിൽ വിഷമിച്ചിരിക്കുന്ന സീതയുടെ ആ ഒരു രൂപം, ആ രൂപത്തിലാണ് വന്നത്. ഭഗവാന് ആ രൂപം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ സീത? ഇങ്ങനെയല്ല വരേണ്ടത് എന്ന നിലയിൽ ഭഗവാൻ ഭാമയോട് പറയുന്നു. അതിനുശേഷം ഭഗവാൻ രുക്മിണിയെ ഒന്ന് നോക്കുന്നു. രുക്മിണി, വേഗം പോയി സീതയായി വരൂ എന്ന് പറയുന്നു. രുക്മിണി പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്പാദങ്ങൾ വന്ദിക്കുകയാണ്. വന്ദിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? ദേവി ലോകാംബികെ, ഞാൻ പരിശുദ്ധയായ പതിവ്രതയാണെങ്കിൽ ആര്യപുത്രന്റെ ഹിതമനുസരിച്ചിട്ട് സീതയാവട്ടെ. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് തന്നെ രുക്മിണി ത്രേതായുഗത്തിലെ ജനകപുത്രിയായ സീതയായി അവിടെ നിൽക്കുന്നു. ആ സമയം കൊണ്ട് കൃഷ്ണൻ കോദണ്ഡപാണിയായ രാമനായും കഴിഞ്ഞിരുന്നു. അത്ഭുതം! എന്തിനും സമർത്ഥയാണെന്നും ബഹുസുന്ദരിയാണെന്നും നടിച്ചു നടന്ന ഭാമ നോക്കി നിൽക്കെ സീതാരാമന്മാർ നേരെ പൂന്തോട്ടത്തിലേക്ക് പോകുന്നു. സീതാസമേതം തൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്നത് കണ്ട് മാരുതിക്ക്
വലിയ സന്തോഷമായി അദ്ദേഹം കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഗദ്ഗദത്തോടുകൂടി ഭഗവാനെ രാമചന്ദ്ര, എത്ര നാളായി അടിയൻ നിന്തിരുവടിയെ ഒന്ന് തൃക്കൺ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പുലമ്പി കരഞ്ഞുകൊണ്ട് ഓടി അടുത്ത് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ കണ്ണുനീരുകൊണ്ട് ആ തൃപ്പാദങ്ങളെ അഭിഷേകം ചെയ്യുന്നു. കദളി വനത്തിൽ നിന്നും അടിയൻ ഇവിടെ എങ്ങനെയോ വന്നു ചേർന്നു. അത് ഭഗവാനെ കാണുവാനുള്ള അടിയന്റെ സുഹൃതമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സീതാദേവിയെ നോക്കുന്നു. ദേവി സുഖമല്ലേ? ഈ അഗതിയെ മറന്നോ എന്ന് പുലമ്പിക്കൊണ്ട് സീതയുടെ തൃപ്പാദങ്ങളിലും ഹനുമാൻ നമസ്കാരം ചെയ്യുന്നു. കൃഷ്ണൻ തൻ്റെ ഭക്തനെ തൻ്റെ തൃക്കൈയാൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അരുളി ചെയ്യുകയാണ്, ഭക്തോത്തമ ആഞ്ജനേയ, നിനക്കു ദർശനം നൽകുവാനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത്. എല്ലാവിധ മംഗളങ്ങളും നിനക്കുണ്ടാകട്ടെ. ത്രേതായുഗത്തിൽ നീ കണ്ട ശ്രീരാമൻ തന്നെയാണു ഞാൻ. എങ്കിലും ഈ ദ്വാപരയുഗത്തിൽ എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചിരിക്കുകയാണ്. അങ്ങനെ ത്രേതായുഗത്തിലെ രാമനും ദ്വാപരയുഗത്തിലെ കൃഷ്ണനും ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശംഖുചക്ര ഗദാപത്മങ്ങൾ അടങ്ങിയ 4 തൃക്കൈകളോടും കൂടിയ കൃഷ്ണരൂപം, മഹാവിഷ്ണുവിന്റെ രൂപം മറ്റാർക്കും ദൃശ്യമാകാത്ത വിധത്തിൽ അവന് കാണിച്ചു കൊടുക്കുന്നു. ഉടൻ തന്നെ ആ രൂപം ശ്രീരാമനായും മാറി. അതോടുകൂടി ഹനുമാന് എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാവുകയും രാമനും കൃഷ്ണനും ഒന്നു തന്നെ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഹനുമാൻ തൊഴുത് പുറകോട്ട് നീങ്ങി അങ്ങനെ മറയുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള രാമനാമം ഹനുമാൻ ആ സമയം ജപിക്കുന്നുണ്ടായിരുന്നു. രുക്മിണി തിരിച്ച് അന്തപുരത്തിലേക്ക് പോവുകയും ചെയ്തു. കൃഷ്ണൻ തൻ്റെ സ്വന്തം രൂപം ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ വീണു കിടക്കുന്ന സ്ഥലത്തു ചെന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും തടവി ആശ്വസിപ്പിച്ചു. അതോടുകൂടി ബലരാമന്റെ തളർച്ചയെല്ലാം മാറി. ആ സമയം ബലരാമൻ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, അഹങ്കാരത്താൽ നിന്റെ മഹത്വം ഞാൻ മറന്നുപോയിരുന്നു. ഇങ്ങനെ പറഞ്ഞ് ബലരാമൻ സങ്കടപ്പെടുന്നു. സാരമില്ല ജ്യേഷ്ഠ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഭഗവാൻ നേരെ ഗരുഡൻ വീണു കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. എന്താ ഗരുഡ, നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവന്റെ ശരീരം തടവി അവന്റെ എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുക്കുന്നു. അതോടുകൂടി പൂർണ്ണ ബലവാനായി ഗരുഡൻ എഴുന്നേൽക്കുന്നു. ഭഗവാനെ, അടിയന്റെ അഹങ്കാരത്തിന്റെ ഫലം അടിയൻ അനുഭവിച്ചു, അടിയനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഗരുഡൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഭഗവാൻ ഗരുഡനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ഭഗവാൻ നേരെ പോയത് കുറച്ച് ഭടന്മാര് ഹനുമാന്റെ അടിയേറ്റ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവരുടെ ശരീരം തടവി അവരുടെ ക്ലേശങ്ങളെല്ലാം ഭഗവാൻ മാറ്റുന്നു. അങ്ങനെ ഭഗവാൻ ഈ 3 പേരുടെയും അഹങ്കാരം ഒരേ നിമിഷം മാറ്റുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണ്? നാരദൻ. നാരദൻ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹാത്മ്യം വാഴ്ത്തി പാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തുകൊണ്ട് ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു. എന്നിട്ട് ഈ കാര്യമെല്ലാം ചെന്ന് എല്ലായിടത്തും പറയുന്നു. ഭാമയ്ക്ക് വലിയ നാണക്കേടായി പോയി. അതോടുകൂടി ഭാമയുടെ അഹങ്കാരവും നശിക്കുന്നു. അങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകള് ഒരിക്കലും അഹങ്കരിക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തന്ന് ഭഗവാൻ നമ്മളെ ഇങ്ങനെ ശുദ്ധീകരിക്കുന്നത്. ചിലരൊക്കെ പറയും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പരീക്ഷിക്കുമെന്ന്. അതൊന്നും പരീക്ഷണങ്ങളല്ല, ഭഗവാന് നമ്മളോടുള്ള സ്നേഹമാണ്. കാരണം നമ്മളെ ഭഗവാൻ ശുദ്ധീകരിക്കുകയാണ്. നമുക്ക് വേദനകൾ ഭഗവാൻ നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചില പ്രയാസങ്ങൾ ഭഗവാൻ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഭഗവാന് നിങ്ങളോട് വലിയ സ്നേഹമാണ്. അതിലൂടെ നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? ഭഗവാൻ ശക്തിപ്പെടുത്തുകയാണ്. വലിയ കാറും കോളുമുള്ള
ഇളക്കമുള്ള വലിയ തിരമാലകളുള്ള കടലിലൂടെ കപ്പൽ ഓടിക്കുന്ന നാവികനാണ് ഏറ്റവും കരുത്തനായ നാവികൻ. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള കരുത്ത് ആ നാവികന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും വളരെ സ്മൂത്തായ കടലിലൂടെ മാത്രം കപ്പൽ ഓടിച്ച് ശീലിച്ച ഒരു നാവികന് ഒരിക്കലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഭഗവാൻ നമുക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരുന്നത് അതിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. ആ പ്രശ്നങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മൾ ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ചേർത്തു പിടിച്ച് നമ്മളെ കൂടുതൽ ശക്തിയുള്ളവരാക്കി തീർക്കും. ഭഗവാന്റെ ഭക്തജനങ്ങളെ ഭഗവാൻ എന്തു ചെയ്യും? ഒരിക്കലും കൈവിട്ട് കളയില്ല. അവരഹങ്കരിച്ചാൽ ചെറിയ ചെറിയ തല്ലുകൊടുത്ത് ഭഗവാൻ അവരെ എന്തു ചെയ്യും? നേർവഴിക്ക് നടത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മളൊക്കെ ചെറിയ തെറ്റ് ചെയ്താൽ പോലും എന്തു ചെയ്യും? പെട്ടെന്ന് തന്നെ അതിനൊരു തിരിച്ചടി കിട്ടും. എനിക്കങ്ങനെയാണ്. എന്തെങ്കിലും അറിയാതെ ഒരു തെറ്റ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ അതിനെ ഭഗവാൻ തിരുത്തും. പെട്ടെന്ന് തന്നെയാണ് അതിന് പ്രതിഫലം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും, ചിലരൊക്കെ ഇതിനേക്കാൾ വലിയ തെറ്റു ചെയ്തിട്ടും അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, എനിക്ക് മാത്രം പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിയൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്കറിയാം ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്ന് തന്നെ തിരുത്തി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഈ തെറ്റുകളെല്ലാം കൂടെ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വലിയ അടി എനിക്ക് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ ഭഗവാൻ തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ തിരുത്തി ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള അടികളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്താണ്? ഭഗവാൻ എന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഭഗവാൻ കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഭഗവാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ തോന്നൽ മാത്രം മതി നമുക്കൊക്കെ മുമ്പോട്ട് ജീവിക്കുവാനായിട്ട്. ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും നാരായണ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. ഹരേ കൃഷ്ണ.